ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ, ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് വാൺസ് ആണ്. ഇത് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു ഉദ്യമം, അത് നമ്മുടെ വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതൊരു പാഷനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇവിടെ പാതിവഴിയിൽ ഒരുപാട് സാഹചര്യങ്ങൾ വന്ന സമയത്ത് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തലയിലെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അത് ഇന്ന് പുനരാരംഭിക്കുന്നു എന്നാണ് കേട്ടോ. ചിലപ്പോൾ അത് പുനരാരംഭിച്ചാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ ഒരു പാഷനാണ് ഇതെങ്കിൽ നിങ്ങൾ പാതി വഴിയിൽ വിട്ടിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും അത് പഠിച്ചാലോ, അത് പുനരാരംഭിച്ചാലോ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലോ, ഒന്നുകൂടെ ശ്രമിച്ച് നോക്കിയാലോ എന്ന് തോന്നുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് വാൺസ്. എന്ത് റിസ്ക് എടുത്താലും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന, വളരെ അത്യാഹ്ലാദത്തോടു കൂടി ആ ഒരു പാഷനെ നോക്കുന്ന ഒരാളാണ് പേജ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഇനി അതൊരു ജോലിയാണെങ്കിൽ, നിങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയൊരു ജോലിയെ, അതിൻ്റെ പഴയ ഓർമ്മകളെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുന്നതായിരിക്കാം. ഇനി അതൊരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ വല്ലാതെ അയാളെ മിസ് ചെയ്യുന്നതായിട്ടും, അയാളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടും, അയാളെക്കുറിച്ച് വീണ്ടും ആ പഴയ ഒരു സ്നേഹവും ഒക്കെ തോന്നുന്ന പോലെ തോന്നുന്നുണ്ട്. അതാണ് പേജ് ഓഫ് വാൺസ്. വല്ലാതെ മിസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവരെ കാണണമെന്ന് തോന്നുന്നതോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അതേ അനുഭവത്തിലൂടെ ചിലപ്പോൾ നിങ്ങളിന്ന് കടന്നു പോകുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരോടൊരു അനുകമ്പ, സ്നേഹം, അനുതാപം അതൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് വാൺസ്. മിസ്സിങ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് റിസ്ക് എടുത്താലും തിരിച്ച് ആ പഴയ ഒരു എനർജിയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ വളരെ ആഹ്ലാദത്തോടു കൂടി നിങ്ങൾ അതിനെക്കുറിച്ച് ഉറ്റുനോക്കുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് വാൺസ്. എന്തോ ഒരു കാര്യത്തിനോട് നിൽക്കുന്ന വല്ലാത്തൊരു അമിതമായ അഭിനിവേശം തോന്നാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനോട് വീണ്ടും ഒരു അഭിനിവേശം തോന്നുന്നു എന്നാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. നെക്സ്റ്റ്, 4 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. മറ്റുള്ള ആളുകളിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ്, നിങ്ങളായിട്ട് വോളണ്ടറിലി ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതങ്ങനെ ഒരു അർത്ഥമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ ഒന്നും മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻ കേസ് ഇപ്പോൾ പണം കയ്യിലുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അത് കൊടുക്കത്ത് പോലും ഇല്ല. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇന്ന് പൈസയ്ക്ക് കുറച്ച് ഷോർട്ടേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇന്നൊരു പിശുക്കനെ പോലായിരിക്കും പ്രവർത്തിക്കുന്നത്. കാരണം ചുരുക്കി പിടിച്ചില്ലെങ്കിൽ പിന്നിടത്തേക്ക് ആവശ്യത്തിന് പണമില്ല എന്നൊരു തോന്നൽ, ബോധ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പണം എങ്ങനെ ചിലവാക്കണം എന്നതിനെക്കുറിച്ചൊരു, അല്ലെങ്കിൽ സേവിങ്സ് നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചുരുക്കി ചിലവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിലും ചിലപ്പോൾ പൈസ ഇന്ന് കയ്യിൽ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന്, ഇന്ന് ഞാൻ ഇന്നത് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഇന്ന് ഞാനത് ചെയ്യുമെന്ന് ഉറപ്പായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇന്നത് നടക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ കിങ് ഓഫ് കപ്സ്. വളരെ സ്നേഹം തോന്നുന്നു എന്നാണ്. അത് ഇപ്പോൾ ഒരാളോടൊന്നില്ല, ഇന്ന് വളരെ സ്നേഹം, വളരെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ നിർമ്മലമായിട്ട് ഉള്ള ഒരു എനർജി ആയിരിക്കാം. എല്ലാവരോടും സ്നേഹം തോന്നുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾ വളരെ ഒരു നല്ലൊരു നാച്ചുറൽ ലീഡറാണ്. നിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ കാര്യക്ഷമമായിട്ട് എല്ലാവരെയും ഏകോപിപ്പിച്ച് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണിത്. നിങ്ങൾ കുറച്ചൊരു വർക്ക് പ്രഷറിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, എങ്കിൽ പോലും നിങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടൊക്കെ പോകുന്നൊരു എനർജി ഉണ്ട്. സ്നേഹമുണ്ട്, ഒരുപാട് പേരോട് നിങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ഇന്നത് പ്രകടിപ്പിക്കുന്നുണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ കുറച്ച് വർക്ക് പ്രഷറിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊക്കെയാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് കേട്ടോ. ദെൻ മൂൺ എനർജി. ഇതൊരു മൂഡ് സ്വിങ്സിൻ്റെയൊക്കെ എനർജിയാണ്. മൂണെന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടി, അകാരണമായ ഭയം മനസ്സിലുള്ളതായിരിക്കാം. വെറുതെ ഇങ്ങനെ മനസ്സിൽ എന്തോ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഒരു മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ പോലൊരു ഫീലിംഗ് ഒക്കെ വരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതൊക്കെയാണ് മൂണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ്, ഈ
ഫ്ലക്ച്വേറ്റിംഗ് എനർജിയാണ്. ചിലപ്പോൾ സന്തോഷമായിരിക്കാം, ചിലപ്പോൾ എക്സ്ട്രീം സന്തോഷമായിരിക്കാം, എല്ലാവരോടും ഭയങ്കര സ്നേഹവും അനുതാപവും തോന്നുന്നതായിരിക്കാം. നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഡീപ്പ് ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ ഒറ്റപ്പെടലിലേക്കും ഒറ്റപ്പെടലിലേക്കും പേടിയിലേക്കും ഒക്കെ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒരു നിങ്ങൾക്ക് നിങ്ങളെ പിടികിട്ടാത്ത ഒരു ദിവസമായിരിക്കും. മൊത്തത്തിലൊരു മൂഡ് സ്വിങ്സിൻ്റെ ഒരു ദിവസമോ അല്ലെങ്കിൽ ഇങ്ങനെ മാറി മറിഞ്ഞും ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി വരുന്നൊരു എനർജിയൊക്കെ പോലെയാണ് കാണുന്നത്. ജസ്റ്റിസ്, ഇന്നൊരു നീതി നിങ്ങൾക്ക് ലഭിക്കും എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കൊരു സോറി കിട്ടുന്നതായിരിക്കാം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു നീതി നിങ്ങളിലേക്ക് സെർവ് ചെയ്യപ്പെടുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ഒരു നീതി നിങ്ങൾക്കിന്ന് ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്നാണ്. പിന്നെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കുരുക്കുകളിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വിധി പ്രസ്താവം ഉണ്ടാവേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നീതി നിർവഹിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് അതിൻ്റെ വിധിയൊക്കെ വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് ശരിക്കും. അതായത് കർമ്മ സെർവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കർമ്മ നമുക്ക് മുമ്പ് നമ്മൾ ആരോടെങ്കിലും ചെയ്തിട്ടുള്ള ഒരു തെറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ലതിൻ്റെ ഫലം നമുക്കിന്ന് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ മുൻപ് നല്ലതാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇന്ന് അതിൻ്റെ പ്രതിഫലം നല്ലതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാം. അതല്ല തെറ്റാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ തെറ്റിൻ്റെ ഫലവും നിങ്ങൾ തേടി ഇന്ന് വരും. ഒരു ജസ്റ്റിസ് ഇന്ന് നിങ്ങൾക്ക് മുന്നേ വരുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റാണെങ്കിൽ അത് സെർവ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ആളുടെ മുഖം മനസ്സിലേക്ക് വരും. ഇനി അതല്ല നിങ്ങൾക്കാണ് നീതി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം, ഒരു ബ്ലിസ്, ആനന്ദം ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടവറാണ്. ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം, ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ടവർ കാർഡ് വരുമ്പോഴൊക്കെ പറയുന്നത് പോലെ വഴക്കുണ്ടാക്കാൻ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എവിടെയും പോയി ഇങ്ങനെ ഇടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു നമ്മുടെ ചിന്തകളിൽ വരുന്ന ഒരു മാറ്റമായിരിക്കും. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ചിന്തയിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് ടവർ കാർഡ് പറയുന്നത്. ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു ഇതും പറഞ്ഞ പോലെ ഒരു കാർമിക് സിറ്റുവേഷൻ ഒക്കെയാണ്. പെട്ടെന്നായിരിക്കും നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം മാറി മറിയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരുന്നതായിരിക്കാം. പെട്ടെന്ന് വഴക്കുണ്ടാകുന്നതായിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് കേട്ടോ ടവർ എന്ന് പറയുന്നത്. ഡെത്ത് വീണ്ടും കാർമിക്കിൻ്റെ കാർഡാണ്. ഡെത്ത് എന്ന് പറയുന്നത് വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്, ഒരു സൈക്കിൾ എൻഡ് ആവുന്നതാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഡെത്ത് ഓഫ് സംതിങ് ആൻഡ് ദ റീബർത്ത് ഓഫ് അനദർ സർക്കിളാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, ചിലപ്പോൾ നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ചില സാധനങ്ങളായിരിക്കാം, ചില ഇടങ്ങളായിരിക്കാം, ചില ആളുകളായിരിക്കാം, ചില സന്ദർഭങ്ങളായിരിക്കാം. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ പുതിയൊരു മനുഷ്യനായിട്ട് റീബർത്ത് എടുക്കുന്നതായിരിക്കും. മേ ബി നിങ്ങൾ ഇരിക്കുന്ന ഇടം തന്നെ ആലോചിക്കുക. അവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ അതൊക്കെ എടുത്ത് ഡെത്താക്കി കളയുന്നു. അവിടെ ഒരു പുതിയ സ്ട്രക്ചർ നിങ്ങൾ കൊണ്ടുവരുന്നു. അവിടെ ഒരു റീബർത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകാൻ സാധ്യതയുണ്ട്. അതൊരു കർമ്മയായിരിക്കാം. അത് നിങ്ങൾ ചിലപ്പോൾ വെറുതെ വീട് വൃത്തിയാക്കുന്നതായിരിക്കും, വെറുതെ നിങ്ങൾ ഇരിക്കുന്ന ഇടം വൃത്തിയാക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എടുത്ത് പുറത്ത് കളയുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില കർമ്മകൾ അവസാനിച്ച് പോകാമെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകളോട് മിണ്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ പറ്റിപ്പോയ ഒരു തെറ്റിന് മാപ്പ് പറയുന്നതായിരിക്കാം. നിങ്ങൾക്കൊരു സോറി കിട്ടുന്നതായിരിക്കാം. അത്തരത്തിലൊക്കെ ഒരു എനർജിയാണ് ഡെത്ത് എന്ന് പറയുന്നത്. ഒരു കർമ്മ എൻഡായി പോകുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതാണ് ഡെത്ത് എന്ന് പറയുന്നത്. ഈ ഡെത്ത് ആൻഡ് റീബർത്ത് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ഈ പറഞ്ഞ ടവർ എന്ന് പറയുന്നത് ഒരു ചേഞ്ചിൻ്റെ കാർഡാണ്. ഇത് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവുന്ന, പെട്ടെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് ടവർ. ഇത് ട്രാൻസ്ഫോർമേഷനാണ്, അതൊരു മാറ്റമാണ്. രണ്ടും മാറ്റത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം മൊത്തത്തിൽ മാറിയിട്ട് ഒരു മാറ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ വഴക്കുണ്ടായിട്ട് നല്ലതായിട്ടിരിക്കുന്ന സാഹചര്യം മോശമാകുന്നതായിരിക്കും. മോശമായിരിക്കുന്ന ഒരു സാഹചര്യം നല്ലതുമാകാനും സാധ്യതയുണ്ട്. ഇവിടെ 8 ഓഫ് കപ്പാണ് വന്നിട്ടുള്ളത്. 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളിരിക്കുന്ന സാഹചര്യം കുറച്ചും കൂടെ വേഴ്സ് ആവുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ പുതിയൊരു വഴക്കിൻ്റെയൊക്കെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു തുടക്കമായിരിക്കാം. ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് എല്ലാം അവസാനിച്ചിട്ട്
ഇതിൻ്റെ എല്ലാം ഡെത്ത് കഴിഞ്ഞിട്ടൊരു പുതിയ തുടക്കം, നല്ലൊരു തുടക്കത്തിലേക്ക് പോകുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം പാസ്റ്റിലുണ്ടായിരുന്ന കുറേ കർമ്മകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റിസിൻ്റെ കാർഡും ടവറും ഡെത്തും ഒക്കെ പറയുന്നത് കാർമിക് സിറ്റുവേഷനാണ്. മൂൺ പറയുന്നത് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്. അപ്പം പാസ്റ്റിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന കുറേ ട്രോമകൾ, ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റുകളൊക്കെ അവസാനിച്ചിട്ട് അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങൾ കാത്തിരുന്നൊരു നീതി നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഓഫർ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കാത്തിരുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നൈറ്റ് ഓഫ് കപ്സ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാത്തിരുന്നത് എന്താണോ അത് വ്യക്തികളായിരിക്കാം. കപ്പ് എനർജി ആയതുകൊണ്ട് ഇമോഷനാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ അത് സംഭവിക്കട്ടെ. അത് ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത് നീതി നിങ്ങളുടെ ഭാഗത്താണ് നീതി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ഈ നൈറ്റ് ഓഫ് കപ്സിലെ നൈറ്റ് ഇരിക്കുന്ന കുതിര അനങ്ങുന്നില്ല. അത് വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അത് സഞ്ചരിക്കുന്നില്ല എന്ന് തന്നെ പറയാം. വളരെ സമയമെടുത്തിട്ടാണ് അത് നീങ്ങുന്നത്. കാരണം ആ നീങ്ങാത്ത സമയത്തോളം നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയമാണ്. ഈ പറഞ്ഞ ആൾ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് സ്വീകരിക്കണമോ വേണ്ടയോ, അയാൾ എന്താണ് നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നത്, ഇക്കാലം അത്ര എങ്ങനെയാണ് കടന്നുപോയത്, ഇതിൽ ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ടായിരുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അയാൾ തിരിച്ചു വരികയാണെങ്കിൽ ഇനി തീരുമാനം മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു മാറ്റത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ വിധി നിർണ്ണയിക്കപ്പെടുന്ന ഒരു ദിവസം പോലെയാണിത് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരാൾ വരുന്നുണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കേണ്ട. അപ്പോൾ അവിടെ ഒരു കർമ്മം അവസാനിക്കുന്നതായിട്ടും നിങ്ങൾക്ക് നീതി നടപ്പിലാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നീതി നടപ്പിലാവലിൻ്റെ ദിവസമാണ്. നിങ്ങൾ എന്താണോ കാത്തിരുന്നത് അതിന്ന് ചിലപ്പോൾ നടന്നേക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി എന്ന് പറയുന്നത്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.